വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? സാർ ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് സാർ ഇപ്പോൾ ആൻസർ ചെയ്തത്. സാർ എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യുന്നതെന്ന്. മറ്റൊരു ചോദ്യം എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ ഈ സൂപ്പർ ഹീറോസ് എന്ന് പറയുന്ന വിളിക്കുന്ന ഈ ബ്യൂറോക്രാറ്റ്സ് പല സാധനങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റേജിൽ പല ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ പത്രം വായിക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കും. അപ്പോൾ നമ്മളിപ്പോൾ PTS MTS പോലെ ടെസ്റ്റ് എടുത്തിട്ട് നമ്മളിടുന്ന എഫേർട്ടിന് ഒരു റിട്ടേൺ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു നിരാശ വരും. അല്ലാണ്ട് ഈ പ്രോപ്പറായിട്ടുള്ള ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ലെങ്കിൽ ചെറിയ നിരാശ വരും. ഈ സൂപ്പർ ഹീറോസ് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ എല്ലാം ഡയറക്റ്റ് ഹിറ്റ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇന്നോവേഷൻസ് ഫെയിലിയർ ആകുമ്പോൾ സാർ അതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഫെയിലിയർ അല്ല, നമ്മൾ വിചാരിച്ച ഇമ്പാക്റ്റിൽ അത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സാർ അങ്ങനെ മെൻ്റലി സാർ അങ്ങനെ മെൻ്റൽ പീസ് അല്ല അങ്ങനെ ഗ്രാസ് റൂട്ടൊന്നും തുടങ്ങിയോട് ചോദിക്കാം, സാർ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കാം. ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അതിന്റെ എല്ലാ ഗ്രുവലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾക്ക് ശരിക്കും ഒരു നല്ല സിവിൽ സർവൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ്. അതിന്റെ അതർ സൈഡ്, ഈ സ്ട്രെസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ ഒരു കാരണവശാലും സിവിൽ സർവീസിൽ സർവൈവ് ചെയ്യില്ല. കാരണം ഇതിന്റെ ഇൻറ്റു 100 1000 ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ നേരിടാൻ പോകുന്ന സ്ട്രെസ്. ഇവിടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ ടീച്ചേഴ്സ് ഉണ്ടാകും, നിങ്ങൾക്ക് കൊളീഗ്സ് ഉണ്ടാകും. നിങ്ങളുടെ വളരെ യുണീക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ മാത്രമുള്ള വേറെ ലോകത്ത് ഒരാൾക്കും എക്സ്പീരിയൻസ് ഇല്ലാത്ത സിറ്റുവേഷൻസ് അടക്കം നിങ്ങൾക്ക് വരും. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന സ്ട്രെസ്സിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. ആ സ്ട്രെസ്സിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും, എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പറ്റുക? ഒരു കുട്ടി നടന്നു പഠിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് അഡ്മിനിസ്ട്രേഷനിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. കാരണം ഞാൻ പഠിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു സെനാരിയോയുമല്ല നാളെ നിങ്ങൾ കളക്ടറായിട്ട് വരാൻ പോകുമ്പോൾ അവിടെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അന്ന് എൻറ്റയർ സിറ്റുവേഷൻ വേറെയാണ്. ഞാൻ വരുന്ന സമയത്ത്, ഞാൻ കളക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഏറ്റവും ഹൈലൈറ്റിലേക്ക് വരുന്ന ഒരു സമയമാണ്. എൻ്റെ ബ്രദർ കൃത്യം 10 വർഷം മുന്നേ കോഴിക്കോട് കളക്ടറാണ്. അന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്രോബ്ലമേ ഇല്ല, അന്നൊരു ക്രൈസിസേ ഇല്ല. ഇന്ന് സോഷ്യൽ മീഡിയ ഇല്ലാതെ ഒരു പരിപാടിയും ഇല്ല. അപ്പോ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. 2000 99 2000-ലാണ് മൊബൈൽ ഫോൺ വരുന്നത്. അതിനു മുൻപ് ഇതുപോലത്തെ ഒരു ശല്യമില്ല നമ്മുടെ കയ്യില്. ഇത് വലിയൊരു ശല്യമാണ്. കോവിഡ് വരെ നമുക്ക് ഓൺലൈൻ മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു ശല്യമില്ല. ഇപ്പോ ഞാൻ പറയുന്നത്, ഓരോ ദിവസവും പുതിയ പുതിയ ക്രൈസിസുകളും പുതിയ പുതിയ പ്രോബ്ലംസും പുതിയ പുതിയ സെനാരിയോസുമാണ് ഇവോൾവ് ചെയ്യുക. ഓക്കെ, അതിനെ നമ്മൾ എങ്ങനെ നേരിടും എന്നുള്ളതാണ്. അതിനെ നേരിടാൻ ഈ പറയുന്നത് പോലെ ട്രയൽ ആൻഡ് എററിലൂടെയും വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മുടെ എല്ലാ സെൻസസും തുറന്നു വെച്ച് ഇതിനെ നോക്കി കാണുകയും ഫേസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ. നമ്മൾ വളരെ സൂക്ഷ്മതയോടെ സംസാരിക്കുക. ഞാൻ സംസാരിക്കുന്ന ഓരോ വാക്കും വളരെ സൂക്ഷ്മതയോടെ സംസാരിക്കുക. ഇതിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഓരോ വാക്ക് പറയുമ്പോഴും നിങ്ങളുടെ എത്ര പേരുടെ മുഖം കുറച്ചുകൂടി എക്സൈറ്റഡ് ആകുന്നുണ്ട്, കുറച്ചുകൂടി സ്ട്രെസ്ഡ് ആകുന്നുണ്ട്, ടെൻസ്ഡ് ആകുന്നുണ്ടെന്ന് എനിക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാകും. അത് നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുക, അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുക. അപ്പോ ഇതെല്ലാം നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രം നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ്. ഞാൻ സർവീസിൽ വന്നു കയറുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇത്. പക്ഷെ നമുക്കത് ആ ലേണിംഗ് കർവ് എന്ന് പറയുന്നത് വളരെ സ്റ്റീപ്പായിട്ടുള്ള, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് കർവിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. കോൺഷ്യസ് ആയിട്ടുള്ള എഫോർട്ടുകൾ എടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. തീർച്ചയായിട്ടും നമ്മൾ 100 ഐഡിയാസ് വെക്കുമ്പോൾ അതിൽ ഒരെണ്ണമാണ് പാസ്സാകാൻ പോകുന്നുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ എക്സ്പെക്ടേഷനും. അത്രയും 100 തവണ നമ്മൾ ട്രൈ ചെയ്യുക തന്നെ ചെയ്യും, അല്ലെ? നമ്മുടെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യമാണ് നമ്മുടെ പ്രധാനം, അല്ലെ? നമ്മുടെ റിസൾട്ടാണ് നമ്മുടെ പ്രധാനം. നമുക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പത്തനംതിട്ടയില് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ എപ്പോഴോ വന്ന ഒരു ചെറിയ ഇൻപുട്ട്, ഏതോ ഒരു സ്ത്രീയുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ കുട്ടി LKG പഠിക്കുന്ന കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന ഒരു ഇൻപുട്ടിൽ നിന്ന് നമ്മൾ ചെയ്ത ഒരു ചെറിയ ഇനീഷ്യേറ്റീവ് ഇതാണ്. സോഷ്യൽ മീഡിയയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു. എനിക്ക് നമ്പേഴ്സ് ഓർമ്മയില്ല, ഇത്ര അംഗൻവാടികൾ എനിക്കുണ്ട്, ആ അംഗൻവാടികളിൽ ഇത്ര കുട്ടികൾ എനിക്കുണ്ട്. ഈ കുട്ടികൾ എല്ലാവരും
കുറച്ച് സ്ട്രെസ്ഡ് ആണ്. നമുക്ക് ആ കുട്ടികൾക്ക് ഒരു ടോയ് കൊടുക്കാൻ കഴിയുമോ? ആയിരക്കണക്കിന് 10,000-കണക്കിന് ടോയ് ആണ് എനിക്ക് വന്നത്. എല്ലാ കുട്ടികൾക്കും 2-3 ടോയ്കൾ വെച്ച് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നോക്കൂ, വളരെ ചെറിയൊരു ആശയം. എവിടെ നിന്നാണ് നമുക്ക് ആശയം കിട്ടുന്നത്? ഇവിടെ നിന്ന് കിട്ടിയ ആശയമാണ്. പത്തനംതിട്ടയിൽ ഒത്തിരി സാധനങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കിട്ടി. എല്ലാം കൊടുത്തു കഴിഞ്ഞ് ബാക്കി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന, ആരും എടുക്കാതിരുന്ന കുറച്ച് ഐറ്റം ഉണ്ടായിരുന്നു. അതൊരു ട്രക്ക് ലോഡ് മുഴുവൻ സാനിറ്ററി നാപ്കിൻ ആയിരുന്നു. ഇതെന്ത് ചെയ്യും? ഏതോ മനുഷ്യൻ വളരെ ആത്മാർത്ഥതയോടെ ഇത് വളരെ ആവശ്യമാകും എന്ന് കരുതി അയച്ച സാധനമാണ്. അതിൽ ഒരെണ്ണം പോലും വേസ്റ്റ് ആക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. അറ്റ് ദി സെയിം ടൈം എടുക്കാൻ ആളുണ്ടായിരുന്നില്ല, കൊടുക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. എന്താണ് ചെയ്തത്? പത്തനംതിട്ട ജില്ലയിലുള്ള എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലെയും കോളേജുകളിലെയും ഹൈസ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി മുതൽ ഡിഗ്രി വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും മൊത്തം പെൺകുട്ടികളുടെ നമ്പേഴ്സ് എടുത്തു. ഓരോ ക്ലാസ്സിലെയും പെൺകുട്ടികളുടെ എണ്ണം എടുത്തിട്ട് ഓരോ പെൺകുട്ടിക്കും 2 പാക്കറ്റ് വെച്ചിട്ട് കൊടുക്കാൻ അവിടുത്തെ പ്രിൻസിപ്പലിനെയും ക്ലാസ് ടീച്ചറെയും ഇൻട്രസ്റ്റ് ചെയ്തു. അവരുടെ കയ്യിൽ നിന്ന് ഓരോ ക്ലാസ്സിലും കുട്ടികൾക്ക് കൊടുത്ത് ഓരോ കുട്ടിയുടെയും സൈൻ മേടിച്ച് അത് ക്ലാസ് ടീച്ചർ കൗണ്ടർ സൈൻ ചെയ്ത് അത് പ്രിൻസിപ്പൽ അറ്റസ്റ്റ് ചെയ്ത് ഇത്രയും പേർക്ക് ഇത്ര എണ്ണം ഡെലിവറി ചെയ്തു എന്നുള്ള സർട്ടിഫൈഡ് പേപ്പർ വാങ്ങി അത് കോളേജ് ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ എടുത്ത് ഓരോ സ്കൂളുകളിലും കോളേജുകളിലും കൊണ്ടുപോയി ഡെലിവറി ചെയ്തു. ഡിസിഷൻ നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്. ഇൻസ്റ്റന്റ് ഡിസിഷൻ എടുക്കുക. കാരണം നിങ്ങളുടെ ഗോൾ ഈസ് വെരി ക്ലിയർ, വെരി സിമ്പിൾ. യു ആർ ഹിയർ ടു സെർവ് ദി പീപ്പിൾ, അല്ലെ? അതിൽ നമുക്ക് ഒത്തിരി തടസ്സങ്ങൾ വരും. തടസ്സങ്ങൾ വരണമല്ലോ. തടസ്സങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ അതിൽ കുറച്ചുകൂടി എക്യുപ്ഡ് ആവുക, കുറച്ചുകൂടി ഏബിൾ ആകുക. നമ്മളുടെ സെൻസസ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെയല്ലേ? പത്തനംതിട്ട ജില്ലയിൽ അഗൈൻ വെള്ളം തുടങ്ങുമ്പോൾ, വെള്ളം കയറുന്ന സമയത്ത് ഒരൊറ്റ റബ്ബർ ഡിഞ്ചിയാണുള്ളത്. ഒരു റബ്ബർ ഡിഞ്ചി വെച്ച് 1.5 ലക്ഷം ആളുകളാണ് വെള്ളത്തിൽ പോയത്. എങ്ങനെയാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യുക? ആദ്യം നമ്മൾ ട്രൈ ചെയ്തത് അടുത്തുള്ള നെയ്ബറിംഗ് ജില്ലകളിൽ ബോട്ട് കിട്ടുമോ എന്ന് വിളിച്ചു ചോദിക്കുകയാണ്. കിട്ടില്ല എന്ന് ബോധ്യം വന്നപ്പോൾ പത്തനംതിട്ടയിലെ അടവിയിലുള്ള കൊട്ടവഞ്ചി, സവാരിയുടെ കൊട്ടവഞ്ചി എടുത്ത് യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അത് നല്ല ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ തുഴയാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അടുത്ത വഴിയായിട്ട് നീണ്ടകരയിൽ നിന്നും കൊല്ലം ജില്ലാ കളക്ടർ വിളിച്ചു പറഞ്ഞ് അവിടെ നിന്നും കടലിൽ പോയ വലിയ ബോട്ടുകൾ ആദ്യമായിട്ട് പത്തനംതിട്ടയിൽ വരുന്നത്, കേരളത്തിൽ ഫസ്റ്റ് ടൈം വരുന്നത്. ആ എക്സ്പീരിയൻസ് എവിടെ നിന്ന് കിട്ടിയതാണ്? 2017 ഇവിടെ ഓഖിയുടെ സമയത്ത് ജില്ലാ കളക്ടറെ സഹായിക്കാൻ എന്നെ തിരുവനന്തപുരത്ത് പോസ്റ്റ് ചെയ്യായിരുന്നു 15 ദിവസം. ആ സമയത്ത് ഞാൻ കണ്ടതാണ് ഇവിടെയുള്ള കടൽ തീരത്ത് കടലിലേക്ക് ആളുകൾ പോകുന്നതും അവിടുത്തെ ഫിഷർമെൻ അത്രയും വലിയ തിരകളിലും വളരെ കറേജിയസ് ആയിട്ട് അതിനെ നേരിടുന്നതും പോകുന്നതും വരുന്നതും. ആ ഒരു ബിറ്റ് ഓഫ് ഇൻഫർമേഷനിൽ നിന്നാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഇതാണ്: വി ആർ ഗോയിങ് ടു ഫേസ് thousands ഓഫ് challenges ഓൺ എ ഡെയിലി ബേസിസ്. അതിനെ നേരിടുമ്പോഴാണ്, അതിനെ കറേജിയസ് ആയിട്ട് ഓവർകം ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് വലിയ വലിയ സൊല്യൂഷൻസ് കൊണ്ടുവരാൻ കഴിയും. സർ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നത്, ഇപ്പം അൺസർട്ടനിറ്റിയെ കുറിച്ച് ഇവിടെ ഒരു കുട്ടി പറഞ്ഞു. അപ്പം നമുക്ക് 32 ഇയേഴ്സ് വരെയാണ് നമ്മുടെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ UPSC മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രിപ്പറേഷൻ ആണ്. അപ്പം ആഫ്റ്റർ ഒരു 5th 6th അറ്റംപ്റ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പ്രൈം ടൈം ആണ് നമുക്ക് ലൂസ് ചെയ്യുന്നത്. ഇതൊരു നാഷണലി നോക്കിയാലും അതൊരു വേസ്റ്റ് ആയിട്ട് പോകുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടൈം, എന്താണ് അതിനെക്കുറിച്ച് സാറിന് പറയാനുള്ളത്? എങ്ങനെയാണ് നമുക്ക് ഇതിന് ഈ ഒരു വിഷ്യസ് ട്രാപ്പിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? ഇതിന് 2 പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒന്ന് നേഷന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ തീർച്ചയായിട്ടും അതൊരു നാഷണൽ വേസ്റ്റ് തന്നെയാണ്, അതിലൊരു സംശയവും ഇല്ല. പക്ഷെ ഞാൻ പറയും, ഇൻഡിവിജ്വൽ ലെവലിൽ അതൊരു നഷ്ടമേ അല്ല. എന്തുകൊണ്ട് നഷ്ടമല്ല? ഇത് എൻ്റെ മാത്രം പെർസ്പെക്റ്റീവ് ആണ്. നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്ക് തള്ളാം. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇതാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ലക്ഷ്യമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 100ാമത്തെ വയസ്സിലാണെങ്കിലും ആ ലക്ഷ്യം നേടാൻ കഴിയുമെങ്കിൽ അതിന് ഞാൻ എഫേർട്ട് ഇടുക തന്നെ ചെയ്യും. ദിസ് ഇസ് മൈ പെർസ്പെക്റ്റീവ്. 32 ഞാൻ ഫോറസ്റ്റ് സർവീസ് ക്ലിയർ ചെയ്തതിന് ശേഷം IAS ഇന്റർവ്യൂവിന് പോയപ്പോൾ എൻ്റെ അടുത്ത് IAS ഇന്റർവ്യൂവിന് ചോദിച്ചൊരു ചോദ്യമുണ്ട്: യു ഹാവ് ഓൾറെഡി ബീൻ സെലക്ടഡ് ടു ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. നിങ്ങളെ എടുത്തത് കൊണ്ട് ഒരാളുടെ ചാൻസ് ഓൾറെഡി പോയതാണ്. അപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിക്കും ഒരു തെറ്റല്ലേ? നിങ്ങൾ ഈ ചെയ്യുന്നത് കൂടെ നിങ്ങൾക്ക് ഇതിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരാളുടെ ഒരു ഗോൾഡൻ ചാൻസ് അല്ലേ നിങ്ങൾ കളഞ്ഞത്? അത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സർ, അയാളുടെ പെർസ്പെക്റ്റീവിൽ അത് തെറ്റായിരിക്കാം,
പക്ഷെ എൻ്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് ജീവിതത്തിൽ ഒരു IAS ഓഫീസർ ആകണം എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ എൻ്റെ ലൈഫ് മുഴുവൻ, ഇത്രയും കാലം മുഴുവൻ എഫേർട്ട് ഇട്ട് എൻ്റെ ലാസ്റ്റ് മൊമെന്റ് ആണിത്. ഈ മൊമെന്റ് ഞാൻ ഡെലിവർ ചെയ്യേണ്ടത് എൻ്റെ ആഗ്രഹമല്ലേ സാർ, എൻ്റെ സ്വപ്നമാണ്. ആ സ്വപ്നം എൻ്റെ മാത്രം ആവശ്യമാണ് അല്ലെ. അയാൾക്ക് ചാൻസ് ഉണ്ടായിരുന്നു സാർ, അയാൾക്ക് എന്നേക്കാൾ നന്നായിട്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും അയാൾക്ക് അവിടെ ചാൻസ് ഉണ്ടായിരുന്നു. ഐ വാസ് ബെറ്റർ ദാൻ ഹിം, ദാറ്റ്സ് വൈ യു സെലക്ടഡ് മീ അല്ലെ. ഞാൻ അയാളുടെ ചാൻസ് കളയുകയല്ല ചെയ്തത്, അയാളാണ് അയാളുടെ ചാൻസ് നഷ്ടപ്പെടുത്തിയത് അല്ലെ. ഇത് ആൻസർ ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് കൺവിക്ഷൻ ഉള്ള ഒരു ആൻസർ ഞാൻ പറഞ്ഞതാണ്. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ് ഈവൻ നൗ. ഇത് ഞാൻ UPSCക്ക് പറഞ്ഞ ആൻസർ അല്ല, അതാണ് എൻ്റെ ആൻസർ. അതുകൊണ്ടാണ് there is a difference between the two. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. നമ്മൾ UPSCക്ക് അല്ല പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സ്വപ്നം നമ്മൾ എപ്പോഴെങ്കിലും മാറ്റി വെക്കുമോ? 32 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ വേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ സ്വപ്നം ചെയ്തില്ല എന്ന് പറയുമോ? പറയത്തില്ല. അല്ല സർ, ഞാൻ പറഞ്ഞത്, ഒരു ഡ്രമാറ്റിക് മറുപടി പറഞ്ഞതല്ല. നമുക്ക് ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചിരുന്ന ഒരു കാര്യം, അതിന് എന്ത് സംഭവിച്ചാലും പിന്നെ അതിന് കോംപ്രമൈസ് ഇല്ല. ശരിയല്ലേ? ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നമ്മുടെ പ്രശ്നം നമുക്ക് അത്രയും അടക്കാനാകാത്ത സ്വപ്നമാണോ എന്നുള്ളതാ പ്രശ്നം. അത്രയും വലിയ സ്വപ്നം അല്ല നമ്മുടെ, അതുകൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ. ഇതല്ലെങ്കിൽ പ്ലാൻ ബി അല്ലെങ്കിൽ പ്ലാൻ സി. ഒരു 2 വർഷം ട്രൈ ചെയ്ത് നോക്കാം, കിട്ടിയില്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. അവിടെയാണ് കൺഫ്യൂഷൻ വരിക. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ എല്ലാ കൺഫ്യൂഷനും ഉണ്ട്. ഒരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ഇമാജിൻ യു ഗേവ് യുവർ ബെസ്റ്റ്. ഓക്കെ, ദിസ് ഈസ് വാട്ട് ഐ യൂസ് ടു ടെൽ മൈസെൽഫ്. എനിക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. നോക്കൂ, നിങ്ങൾ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപുള്ള നിങ്ങളും അത് കഴിഞ്ഞുള്ള നിങ്ങളും തമ്മിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇല്ലേ? നിങ്ങളുടെ നോളജ് നോക്കൂ. നിങ്ങൾക്ക് എന്തായിരുന്നു അറിയാവുന്നത് എക്കണോമിക്സിനെ കുറിച്ച്? എന്തായിരുന്നു ഫോറക്സിനെ കുറിച്ച് അറിയാമായിരുന്നത്? എന്തായിരുന്നു ഇന്റർനാഷണൽ അഫയേഴ്സിനെ കുറിച്ച് അറിയാമായിരുന്നത്? എന്തായിരുന്നു ഗവൺമെന്റ് പോളിസികളെ കുറിച്ച് അറിയാമായിരുന്നത്? എന്തായിരുന്നു GSTയെ കുറിച്ച് അറിയാമായിരുന്നത്? എന്തായിരുന്നു ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ച്, ജോഗ്രഫിയെ കുറിച്ച് അറിയാമായിരുന്നു? എന്തായിരുന്നു നമുക്കറിയാമായിരുന്നത്? നമ്മൾ എന്തൊക്കെയോ പഠിച്ച് എന്തൊക്കെയോ പാസ്സായി പോന്നു എന്നല്ലാതെ ഈ ഒരു സബ്ജക്റ്റും ആഴത്തിൽ മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങളുടെ അടുത്ത് ചുമ്മാ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കൂ, ഇതെന്താണ് ഈ ട്രംപ് ഈ പറയുന്നതെന്ന് അറിയാതെ എങ്ങാനും അമ്മ ചോദിച്ചു പോയാൽ ഒരു UPSC ആൻസർ എസ് അല്ലേ നിങ്ങൾ പറയാ? അത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ വിവരം കിട്ടിയത്? നാച്ചുറലി, ബിക്കോസ് യു സ്റ്റഡി. നിങ്ങൾ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ, നിങ്ങൾ കംപ്ലീറ്റ് ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലായി മാറി. കുറെ ആളുകള് നിങ്ങളെ കളിയാക്കുമായിരിക്കും, പുച്ഛിക്കുമായിരിക്കും, ഡസന്റ് മാറ്റർ. നിങ്ങൾക്ക് എന്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായെന്ന് മാത്രം ചിന്തിക്കൂ. ഇനി നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ജീവിതത്തിൽ എന്തെങ്കിലും ജോലി ചെയ്യുമല്ലോ, UPSC കിട്ടിയില്ലെങ്കിൽ. അവിടുത്തെ ഏറ്റവും നോളജബിൾ ആയിട്ടുള്ള, ഏറ്റവും ഇന്റലക്ച്വൽ ആയിട്ടുള്ള, ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും നിങ്ങൾ. കാരണം എന്താണ്? ഒരു കാര്യം ഇല്ലാതെ കുറെ GST ഫോറക്സ് ഒക്കെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് കയറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ബിക്കോസ് യു നോ ദാറ്റ് മച്ച്. നിങ്ങളുടെ വിവരം കാണിക്കാനല്ല, ബിക്കോസ് യു ഓൾറെഡി നോ. ഏതെങ്കിലും ഒരുത്തൻ വിവരമില്ലാതെ, ഇതുമായി പരസ്പര ബന്ധമില്ലാതെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയും ഇത് അതുകൊണ്ടല്ല, റിപ്പോ റേറ്റ് കുറഞ്ഞത് കൊണ്ടാണ്, കൂടിയോണ്ടാന്നൊക്കെ പറയും. അതവിടെ റിലവന്റ് ആണോ ഇല്ലയോ എന്നുള്ളത് ദാറ്റ്സ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. പക്ഷെ നിങ്ങൾ പറഞ്ഞിരിക്കും. ഞാൻ പറയുന്നത് യു വിൽ ബിക്കം എ ട്രാൻസ്ഫോംഡ് മാൻ ഓർ എ വുമൻ. അപ്പം അത് ശരിക്കും അതിനു വേണ്ടി മാത്രം പോലും UPSC ഒന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ടെന്നാണ് ഞാൻ പറയാം. പിന്നെ നിങ്ങൾ ഏത് പ്രൊഫഷനിൽ പോയാലും നിങ്ങൾ എക്സൽ ചെയ്തിരിക്കും. നിങ്ങളുടെ കൊളീഗ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ, നിങ്ങളുടെ കൂടെ പഠിച്ചവരെ കമ്പയർ ചെയ്യുമ്പോൾ യു വിൽ ഡെഫിനറ്റ്ലി ബി 2 steps ahead of them. അത് മാത്രം മതി UPSC പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ. പക്ഷേ ചുമ്മാ കറങ്ങി നടന്നാൽ പോരാ, സീരിയസ് ആയിട്ട് പഠിച്ചാൽ. Gallant IAS, chasing your passion to ace.